മലപ്പുറത്ത് പുത്തൻതാണി ഏരിയയിൽ ചെലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചിക്ക് ബക്കിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഈ ലൊക്കേഷൻ്റെ നേരെ അപ്പുറത്തായിട്ട് തന്നെ ടർഫുണ്ട്, സ്പാ ഉണ്ട്, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, അങ്ങനത്തെ കുറച്ച് ഫൺ ആൻഡ് ഫുഡ് വരുന്ന ഒരു ഏരിയ കൂടെയാണ്. ഒരു ഉച്ച 1 മണി മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഏകദേശം ഒരു രാത്രി 12 മണി വരെ അവിടുത്തെ സർവീസ് അവൈലബിൾ ആണ്. നിശ്ചിത കിലോമീറ്ററിൽ ഡെലിവറി സൗകര്യം അവിടെ ഉണ്ട്. ഇനി ഇൻ കേസ് നമ്മൾ ഒരുപാട് വാഹനങ്ങളൊക്കെ ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ, കാറുകളൊക്കെ എന്നുണ്ടെങ്കിലും നിർത്താനാണെന്നുണ്ടെങ്കിലും വിശാലമായ പാർക്കിംഗ് ഏരിയ അതുമായി ബന്ധപ്പെട്ടിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഉണ്ട്. ഇൻസ്റ്റത്തെ റീല് കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു ലൊക്കേഷൻ ചോദിച്ചിട്ട്. എന്തായാലും നിങ്ങൾക്ക് മുമ്പാകെ ലൊക്കേഷൻ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ചിക്ക് ബക്കിൻ്റെ ശരിക്കും ഒറിജിന് സൗദി അറേബ്യയാണ്. നമ്മൾ അടുത്തായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാറുള്ള ഒരു സ്പോട്ട് കൂടിയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് നമ്മൾ ഓപ്പണിങ് ചെയ്ത സമയത്താണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ കടയിൽ അത്യാവശ്യം അവരെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ തിരക്കുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മെനുവിന് അവിടെ ഉണ്ട്. ബ്രോസ്റ്റാണ് അവിടെ മെയിൻ ഐറ്റം എന്നുണ്ടെങ്കിൽ കൂടെ ഡ്രിങ്ക്സിലാണെന്നുണ്ടെങ്കിലും, ഇനി മിക്സഡ് ഷേക്സിലാണെന്നുണ്ടെങ്കിലും, മൽബാസ് ആണെന്നുണ്ടെങ്കിലും, സോഡകളാണെന്നുണ്ടെങ്കിലും, കുൽക്കികളും എല്ലാം അവിടെ അവൈലബിൾ ആണ്. മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് നമ്മൾ ഓർഡറിനനുസരിച്ചിട്ട് നമുക്ക് സേവ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ സർവീസ്. ബ്രോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫ്രൈ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പ്രഷറും കൂടെ അതിൽ ഇൻവോൾവ് ആവും. വളാഞ്ചേരി പുത്തൻതാണി ഏരിയകളിൽ ഫ്രൈഡ് ചിക്കൻ്റെ ഒരുപാട് സ്പോട്ടുകളുണ്ടെങ്കിൽ കൂടെ ഇതുപോലെ ബ്രോസ്റ്റിൻ്റെ സ്പോട്ടുകൾ കുറവാണ്. ഇവിടെ ബ്രോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ബാക്കി ഫുഡിനുള്ള ഓർഡറുകളും കൊടുത്തിരുന്നു. ഇനി ബാക്കി നമ്മൾ കടൻ്റെ സൗകര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഷോപ്പിൽ സീറ്റിംഗ് ഒരു L ഷേപ്പിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റിൽ കയറിയാൽ ഇരിക്കാൻ ഒരു മജ്ലിസ് ഉണ്ട്. ചിലപ്പോൾ സൗദിയിൽ നിന്നുള്ള ഒറിജിൻ ആയതുകൊണ്ടാവണം ഇങ്ങനെ ഒരു മജ്ലിസ് വരാൻ കാരണം. ഇനി മജ്ലിസ് പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വലിയ ഫാമിലി ആയിട്ട് വരുമ്പോൾ ഒരുപാട് സീറ്റിംഗ് ഫാമിലിക്കായിട്ട് സെപ്പറേറ്റ് ഉണ്ട്. ഇനി നമ്മളെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ നമ്മളെ വൈബിനൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു ഏരിയ ഇരിക്കാൻ ഉണ്ട്. ഇതിന് ശരിക്കും ഭംഗി രാത്രിയിലാണ് വരിക. സൈഡിൽ ലൈറ്റും, ഫ്രണ്ടൊക്കെ നോക്കിയാൽ കളി, ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ ഫുട്ബോൾ കളി, അതേപോലെ തന്നെ പാർക്കുണ്ട്, കുട്ടികളുണ്ട്, താത്താരൊക്കെ കാണാം. പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഗ്ലാസിൻ്റെ അപ്പുറത്ത് സ്വിമ്മിംഗ് പൂളാണ്. അപ്പം നമ്മൾ ഭാഗ്യം പോലെ കുളിസീനൊക്കെ കാണാം. എന്തായാലും മൊത്തത്തിൽ ഫുഡ് മാത്രമല്ല എൻ്റർടൈൻമെൻറ്റ് കൂടെയാണ് എന്ന് ചുരുക്കം. ചിക്കൻ റെഡി ആയാൽ എൻ്റെ ഷോട്ട് എടുക്കാൻ നമ്മൾ വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. കടൻ്റെ സൗകര്യത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ എടുക്കുന്ന തിരക്കിൻ്റെ ഇടയിലാണ് കാക്ക വന്ന് വിളിച്ചത്. നമുക്കുള്ള ബ്രോസ്റ്റ് എന്തായാലും റെഡി ആയി വന്നിട്ടുണ്ട്. ഉണ്ടാക്കുന്നത് അത്യാവശ്യം ഹൈജീനായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഓർഡർ ചെയ്ത ബാക്കി ഐറ്റംസും റെഡിയായി വന്നിട്ടുണ്ട്. ഫുഡ് വന്നാൽ പിന്നെ ഫോണില്ല. അവരുടെ ഷോപ്പിലുള്ള ഏകദേശം എല്ലാ ഐറ്റംസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബർഗേഴ്സ് വരുന്നുണ്ട്, സിംഗറിലുള്ള ബർഗേഴ്സാണ്. ബ്രോസ്റ്റ് വരുന്നുണ്ട്, സാൻഡ്വിച്ച് വരുന്നുണ്ട്, അതുപോലെ ജ്യൂസുകൾ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറച്ച് ഫ്രൈസും വരുന്നുണ്ട്. ഏതായാലും ഫുഡ് കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. ഇനി ടേസ്റ്റ് ചെയ്യലാണ് അടുത്തത്. ഫുഡിൻ്റെ കൂടെ ഡ്രിങ്ക്സായിട്ട് നമ്മൾ പറഞ്ഞത് ഒന്ന് മാംഗോ മൽബയാണ്, അതോടൊപ്പം പച്ചമാങ്ങ കുലുക്കിയാണ്. അങ്ങനെ ഫുഡിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സും സെർവ് ചെയ്യപ്പെട്ടു. M1, M2, M3, M4 എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ബ്രോസ്റ്റിൻ്റെ കോഡുകൾ. M1 എന്ന് പറയുമ്പോൾ 2 പീസ് ബ്രോസ്റ്റ്, അതോടൊപ്പം കുറച്ച് ഫ്രൈസ്, പ്ലസ് ഒരു കുബൂസ്, 2 തരം ഡിപ്സ് പ്ലസ് കെച്ചപ്പ് കൂടെ ഇതിൽ ഇൻക്ലൂഡാണ്. 149 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സാധനം അത്യാവശ്യം ടേസ്റ്റുണ്ട്. ഇതാണ് ഞാൻ റീലിൽ പറഞ്ഞ 69 ബർഗറും 79 സാൻഡ്വിച്ചും. പ്രൈസ് കുറവാച്ചിട്ട് ക്വാളിറ്റിയിൽ കുറവൊന്നുമില്ല. എവിടുന്ന് കടിച്ചാലും ചിക്കന് കിട്ടും. അതിൽ വെജീസ് വരുന്നുണ്ട്, പ്ലസ് ചീസും കൂടെ അതിൽ ആഡഡ് ആണ്. സാധനം ടേസ്റ്റും ഉണ്ട്. ക്രാബിൻ്റെ ലോലിപോപ്പാണ് പിന്നെ അവിടുന്ന് ടേസ്റ്റ് ചെയ്തത്. 5 പീസായിട്ട് ഫ്രഞ്ച് ഫ്രൈസോട് കൂടിയിട്ടാണ് സെർവ് ചെയ്യപ്പെടുന്നത്. 189 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മൾ പൊതുവെ ഫ്രൈസ്, നഗറ്റ്സ് ഒക്കെ മേടിക്കുന്നത് പോലെ ക്രാബിൻ്റെ മീറ്റും
മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്തതായി അവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ബർഗർ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജംബോന്നോ അല്ലെങ്കിൽ ഡബിൾ ലെയർ ബർഗർന്നോ അങ്ങനെയൊക്കെ പറയാം. ഇതിൽ കുറച്ച് വെജീസ് വരുന്നുണ്ട്, ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് അധികം ഉണ്ട്, അതോടൊപ്പം ലെച്ചൂസ് പ്ലസ് ചീസും കൂടി അതിൽ ആഡഡ് ആണ്. സിംഗിൾ ബന്ന് കട്ട് ചെയ്തിട്ടാണ് പൊതുവെ ബർഗർ സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ ചാർജ് വരുന്നത് 119 രൂപയാണ്. ഡ്രിങ്ക്സ് ആണെങ്കിൽ ഒന്ന് മൽബയാണ്, മാംഗോൻ്റെ പീസ്, ഐസ്ക്രീം, ഷേക്ക് സാധനം അടിപൊളിയാണ്. അതോടൊപ്പം പിന്നെ വരുന്നത് കുലുക്കിയാണ്, പച്ചമാങ്ങയിലാണ് നമ്മൾ കുലുക്കി എടുത്തിരുന്നത്. ഒരു പുളി മധുരമെല്ലാം കൂടെ കൂടിയിട്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ്. ജ്യൂസായിട്ട് അവിടെ ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമുക്ക് കഴിക്കുന്നതിൽ പരിമിതി ഉള്ളത് കൊണ്ടാണ് 2 അതിൽ ഒതുക്കിയത്. ടോട്ടലായിട്ട് നമുക്ക് അവിടുന്ന് വന്ന ബില്ല് 7.55 കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ ഭക്ഷണം നല്ല ക്വാളിറ്റിയിൽ കഴിക്കാൻ ചിക്ക് ബർഗർ നല്ലൊരു ഓപ്ഷനാണ്. ഭക്ഷണം ബാക്കിയൊന്നുകൊണ്ട് കവറിൽ കെട്ടിയെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സെയിം വീഡിയോൻ്റെ റീല് ഇൻസ്റ്റയിലുണ്ട്. അതിൽ അറ്റ് എ ടൈം ഒരാൾ ടാഗ് ചെയ്തുകൊണ്ട് എത്ര കൂടുതൽ കമൻ്റ് ഇടുന്ന ആളെ അടുത്ത വ്ളോഗിൽ സെലക്ട് ചെയ്തിട്ട് കൂടെ കൂട്ടാനാണ് പ്ലാൻ. അപ്പോൾ എന്നാൽ തുടങ്ങിക്കോളി.